ഇതിൽ 0 to 2 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഡി എക്സ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കാണാനാണ്. അപ്പോൾ ആദ്യമേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഈ റൂട്ടിനകത്തുള്ളതിന് ടി എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി എ ടി എന്ന് കിട്ടും. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റിനും വ്യത്യാസം വരും. എക്സ് 0 ആകുമ്പോൾ ടിയുടെ വാല്യൂ 2. എക്സിനൂടെ നമ്മൾ 0 ആണല്ലോ ലോവർ ലിമിറ്റ്, അപ്പോൾ 0 കൊടുക്കുക. അപ്പോൾ ടിയുടെ വാല്യൂ 2 എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എക്സിൻ്റെ വാല്യൂ 2 എന്ന് കൊടുക്കണം. 2 എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ കിട്ടുന്നത്? എക്സിനൂടെ നമ്മൾ 2 എന്ന് കൊടുക്കുക. അപ്പോൾ ടിയുടെ വാല്യൂ 4 എന്ന് കിട്ടും. അപ്പോൾ എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ ടിയുടെ വാല്യൂ 4. അപ്പം ലിമിറ്റ് മാറി, വേരിയേഷൻ മാറിയിട്ടുണ്ട്. 2 to 4 ആവും. ഇൻ്റഗ്രൽ 2 to 4 എക്സിൻ്റെ വാല്യൂ അതിനകത്ത് നമ്മൾ ടി മൈനസ് 2 എന്ന് വരും. അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് 2ന് പകരം ടി എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് 2 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് ടി മൈനസ് 2 എന്ന് കൊടുക്കാം. റൂട്ടിനകത്തുള്ളത് റൂട്ടിനകത്ത് ടി എന്ന് കൊടുക്കും. അപ്പോൾ ടി മൈനസ് 2 ഇൻറ്റു റൂട്ട് ടി ഡി എക്സ് എന്ന് വരും. ക്വസ്റ്റൻ ഒന്ന് ചേഞ്ചായി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് റൂട്ട് ടി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ടി ഇൻറ്റു റൂട്ട് ടി മൈനസ് 2 ഇൻറ്റു റൂട്ട് ടി. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? അതിന് മുന്നേ നമുക്ക് ഈ ടിയും റൂട്ട് ടിയും കൂടി നമുക്ക് ഒരുമിച്ച് എഴുതാം. ടി എന്ന് ഇൻറ്റു റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1/2 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ പവർ ആഡ് ചെയ്ത് എഴുതണം. 1 + 1/2 അപ്പോൾ ടി റേസ് ടു 3/2 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ ടി റേസ് ടു 3/2 2 ഇൻറ്റു റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമ്മളിനി സെപ്പറേറ്റ് ഇൻ്റഗ്രൽ എടുത്തതിന് ശേഷം അതിൻ്റെ വാല്യൂ കാണാം. അകത്തേക്ക് ഇൻ്റഗ്രൽ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ 2 to 4 അപ്പോൾ അകത്തേക്ക് വരും. അപ്പോൾ ടി റേസ് ടു 3/2 ഇൻറ്റു ഡി ടി. അടുത്തത് ഇൻ്റഗ്രൽ 2 to 4 ടി റേസ് ടു 1/2. അപ്പോൾ ഇവിടെ 2 കോമൺ ആയിട്ട് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രലിൻ്റെ പുറത്തിടാം. അപ്പോൾ ഇതാണ്ട് വാല്യൂ ആണ് നമുക്ക് കാണാൻ പോകുന്നത്. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇതിൻ്റെ വാല്യൂ ആണ് ആദ്യം കണ്ടുപിടിച്ചുകൊണ്ട് വരാം. അത് എന്നിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ട് വരും. രണ്ടിൻ്റെയും കൂടെ വാല്യൂ ഉണ്ടെന്ന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കും. അപ്പോൾ ആദ്യമേ ഇൻ്റഗ്രൽ 2 to 4 ടി റേസ് ടു 3/2 ഡി ടി കാണാം. അപ്പോൾ അതാണ് ഇവിടെ എടുത്ത് എഴുതിയേക്കുന്നത്. ഇൻ്റഗ്രൽ 2 to 4 ടി റേസ് ടു 3/2. ഇത് ടി റേസ് ടു എൻ എന്നുള്ള ഫോമാണ്. അപ്പോൾ ടി റേസ് ടു എന്നിൻ്റേത് n+1/n+1. അപ്പോൾ 3/2 ആയിരുന്നു. അപ്പോൾ 3/2 + 1/3/2 + 1 എന്ന് വരും. അപ്പോൾ ഇത് എത്ര വരുന്നതെന്ന് നോക്കാം. ടി റേസ് ടു 5/2 എന്ന് വരും. ടി റേസ് ടു 5/2/5/2. അപ്പോൾ ഈ 5/2നെ നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2/5 എന്ന് വരുമല്ലോ. അപ്പോൾ 2/5 ഇൻറ്റു ഇനി നമ്മൾ അപ്പർ ലിമിറ്റും നമുക്ക് ലോവർ ലിമിറ്റും കൊടുക്കണം അല്ലേ. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4 ആണ് നമ്മുടെ അപ്പർ ലിമിറ്റ്. അപ്പോൾ 4 ആദ്യം കൊടുക്കാം. 4 റേസ് ടു 5/2 മൈനസ് ലോവർ ലിമിറ്റ് 2 ആണ്, അത് കൊടുക്കാം. അപ്പോൾ 2 റേസ് ടു 5/2. അപ്പോൾ അതിൻ്റെ വാല്യൂ 4 റേസ് ടു 5/2 എന്ന് പറഞ്ഞാൽ 4 റേസ് ടു 1/2 എന്നുള്ളതിൻ്റെ ആൻസർ ആദ്യം എടുക്കണം. 5/2നെ നമുക്ക് 1/2 ഓൾ റേസ് ടു 5 എന്ന് എഴുതാം. 4 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ 2 റേസ് ടു 5 എന്നാണ് ഇവിടെ വരുന്നത്. 2 റേസ് ടു 5 വരും. 4 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ 2 വരും. അപ്പോൾ 2 റേസ് ടു 5 എന്ന് കിട്ടി ആദ്യത്തെ ടൈം. രണ്ടാമത്തത് 2 റേസ് ടു 1/2 റേസ് ടു 5 എന്ന് എഴുതാം. അപ്പോൾ 2 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് അടുത്തത് റൂട്ട് 2 റേസ് ടു 5 എന്ന് വരും. ഈ ടേം റൂട്ട് 2 റേസ് ടു 5 എന്ന് വരും. റൂട്ട് 2നെ 5 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 തവണ ആകുമ്പോൾ 2 എന്ന് വരും. ഒരു തൊട്ടം കൂടി 2 തവണ ആകുമ്പോൾ 2 വരും ഇൻറ്റു റൂട്ട് 2. അപ്പോൾ നമുക്ക് 4 റൂട്ട് 2 എന്ന് വരും. റൂട്ട് 2നെ 5 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 റൂട്ട് 2 എന്ന് വരും.
അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇതാണ്. 2/5 × 32 - 4√2. അപ്പോൾ ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 64/5 മൈനസ് ഇവിടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8/5 × √2 എന്ന് വരും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇൻ്റഗ്രലിൻ്റെ ആൻസർ. ഇതുപോലെ രണ്ടാമത്തെ ഇൻ്റഗ്രലിൻ്റെ ആൻസറും കൂടി കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ഇൻ്റഗ്രൽ 2 to 4 t⁻⁴ dt. അപ്പോൾ t⁻⁴ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പം നമുക്കറിയാം t⁻⁴ + 1 / 1/2 + 1. അപ്പോൾ ആ t⁻n + 1 / n + 1 എന്നുള്ള ലിമിറ്റ്, അപ്പോൾ അത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അതുപോലെ എഴുതി. അപ്പോൾ ഇത് 1/2 + 1 എന്ന് പറഞ്ഞാൽ 3/2 വരും. t⁻³ / 3/2 എന്ന് വരും. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അപ്പോൾ ഈ 3/2 നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2/3 എന്ന് വരും. 2/3 × ആദ്യമേ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ 4 ടിയുടെ അവിടെ 4 കൊടുക്കുക. അപ്പോൾ 4⁻³ മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ 2⁻³². അപ്പോൾ ഇത് എന്താ വരുന്നത് നോക്കാം. 4⁻³ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് എന്ന് പറഞ്ഞാൽ 4⁻1/2 3 എന്നാണല്ലോ. 4⁻1/2 എന്ന് പറഞ്ഞാൽ √4 എന്നാണ്. അത് 2 വരും. 2⁻3 എന്ന് വരും. 2⁻3 ഇതെന്ന് പറഞ്ഞാൽ 2 വരും. 1/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2⁻3 എന്ന് വരും. ഇത് √2⁻3 എന്ന് വരും. 2⁻1/2 എന്ന് പറഞ്ഞാൽ √2 ആണ്. അതിനെ 3 തവണ പവർ 3. അപ്പം 2⁻3 എന്ന് പറഞ്ഞാൽ 8 വരും. √2⁻3 എന്ന് പറഞ്ഞാൽ 2√2 എന്ന് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1 എടുത്ത് എഴുതി, നമ്മൾ ഒന്നും കൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതി. അപ്പോൾ അതിനകത്ത് കിട്ടിയ വാല്യൂ എഴുതി. ആദ്യത്തെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് എഴുതി. ആദ്യത്തെ ബ്രാക്കറ്റ് -2 × അപ്പോൾ അടുത്ത ഇത് ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്ത ആൻസർ ബ്രാക്കറ്റിൽ എഴുതി. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആൻസർ വരും. 64/5 8√2/5 എഴുതി. ഈ -2 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 2 × 16 അപ്പോൾ 32/3. അടുത്തത് -2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +8√2/3 വരും. എന്നിട്ട് ഈ 64/5 -32/3 കൂടി ചെയ്യുമ്പോഴത്തേക്ക് ഒരുമിച്ച് എഴുതി ചെയ്യുമ്പോഴത്തേക്ക് 32/15 വരും. ഇനി -8√2/5 +8√2/3 കൂടി അടുപ്പിച്ച് എഴുതി വെച്ചു. എന്നിട്ടത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 16√2/15 എന്നാണ്. ഇതാണ് ആൻസർ. ഓക്കെ, താങ്ക് യു.